അല്ലെങ്കിൽ തന്നെ ഇതിൽപ്പെട്ട നല്ലൊരു വിഭാഗം വോട്ടുകൾ CPM-നും CPI-ക്കും ഒക്കെ പോകുന്ന വോട്ടുകൾ. ഒരു ഈഴവ വിരുദ്ധനും സമുദായ വിരോധിയുമായിട്ട് ചിത്രീകരിച്ചു. ഇങ്ങനെ പല ഘടകങ്ങളും സുധീരൻ അനുകൂലമുണ്ട്. സുധീരൻ എതിരാളി കഴിഞ്ഞ തവണ ജയിച്ച ആരിഫും ചില്ലറക്കാരനൊന്നുമല്ല. സാക്ഷാൽ KC വേണുഗോപാൽ വീണ്ടും വരികയാണ്. എതിരാളി കഴിഞ്ഞ തവണ ജയിച്ച ആരിഫും സംസ്ഥാനത്ത് ഏറ്റവും തീക്ഷ്ണമായ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ് ആലപ്പുഴ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഈ പുന്നപ്ര വയലാർ സ്മൃതി കുടീരങ്ങളും അതുപോലെ വലിയ ചുടുകാട്ടിലെ സംഭവങ്ങളൊക്കെയാണ്. പുന്നപ്രയുടെയും വയലാറിൻ്റെയും വലിയ ചുടുകാടിൻ്റെയൊക്കെ ഓർമ്മകൾ ഉറങ്ങുന്ന ഒരു ഇടതുപക്ഷ മണ്ഡലമായിട്ടാണ്, ഒരു കമ്മ്യൂണിസ്റ്റ് മണ്ഡലമായിട്ടാണ് ആലപ്പുഴ വിലയിരുത്തപ്പെടുന്നത്. പക്ഷേ യാഥാർത്ഥ്യത്തോട് എന്തുമാത്രം പൊരുത്തപ്പെടുന്ന ഒന്നാണ് എന്ന് നമുക്ക് സംശയം തോന്നും. കാരണം ആ മണ്ഡലത്തിൽ പലതവണ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ വിജയിച്ചിട്ടുണ്ട്. 1952 വോട്ടുള്ള ചരിത്രം പരിശോധിച്ചാൽ ആദ്യം PT പുന്നൂസ് വിജയിച്ച മണ്ഡലമാണ്. പിന്നീട് PK വാസുദേവൻ നായർ അവിടുന്ന് വിജയിച്ചിട്ടുണ്ട്. പിന്നീട് മാർക്സിസ്റ്റ് മുന്നണിക്ക് പരാജയം ഉണ്ടായപ്പോൾ പോലും RSPക്കാരനായ K ബാലകൃഷ്ണനാണ് അവിടുന്ന് വിജയിച്ചത്. അങ്ങനെ ഒരു ശക്തമായ ഇടതുപക്ഷ സ്വാധീനമുള്ള മണ്ഡലത്തിൽ 1977 ആദ്യമായിട്ടൊരു കോൺഗ്രസ്സുകാരൻ ജയിക്കുന്നത് VM സുധീരനാണ്. അന്ന് കേരളത്തിൽ 20 മണ്ഡലത്തിലും കോൺഗ്രസ് മുന്നണി വിജയിച്ചപ്പോഴാണ്, അന്ന് കോൺഗ്രസ് മുന്നണിയിൽ CPI കൂടി ഉള്ള സമയത്താണ് VM സുധീരൻ ജയിച്ചത്. സുധീരൻ തന്നെ ഒരു ഇടതുപക്ഷക്കാരനായിട്ട് നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹം പാർട്ടി കോൺഗ്രസ് ആണെങ്കിലും കോൺഗ്രസിനകത്തുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് സുധീരൻ എന്ന് വേണമെങ്കിൽ പറയാം. 1980 സുശീല ഗോപാലൻ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. വീണ്ടും അതിൻ്റെ ഇടതുപക്ഷ സ്വഭാവം ശക്തിപ്പെട്ടു. 84 വലിയ ഒരു UDF തരംഗം ഉണ്ടായപ്പോൾ അന്ന് സ്പീക്കറായിരുന്ന വക്കം പുരുഷോത്തമൻ അവിടുന്ന് വിജയിച്ചു. അടുത്ത തവണയും വക്കം വിജയിച്ചു. പിന്നത്തെ തവണ TJ ആഞ്ചലോസ് ആ മണ്ഡലം തിരിച്ചു പിടിച്ചു. പക്ഷേ ആഞ്ചലോസിൻ്റെ വിജയം വളരെ ക്ഷണികമായിരുന്നു. 96 ആഞ്ചലോസ് ജയിച്ചതിന് ശേഷം 96 അവിടെ VM സുധീരൻ വീണ്ടും വന്നു വിജയിച്ചു. വീണ്ടും സുധീരൻ 2 തവണ കൂടി വിജയിച്ചു. സുധീരനെ അത്ര എളുപ്പത്തിൽ ആർക്കും തോൽപ്പിക്കാൻ പറ്റിയില്ല. കാരണം അദ്ദേഹത്തിന് പരമ്പരാഗത ഇടതുപക്ഷ വോട്ടുകളുടെ ഒരു ഭാഗവും കൂടി സമാഹരിക്കാൻ കഴിയുമായിരുന്നു. സുധീരന് പിന്നെ വേറൊരു സൗകര്യം കൂടി ഉണ്ടായിരുന്നു. SNDP യോഗം ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട വെള്ളാപ്പള്ളി നടേശൻ ഇദ്ദേഹത്തെ ഒരു ഈഴവ വിരുദ്ധനും സമുദായ വിരോധിയുമായിട്ട് ചിത്രീകരിച്ചു. അതുകൊണ്ട് സുധീരന് 2 ഗുണം കിട്ടി. സുധീരന് വോട്ട് ചെയ്യാൻ താല്പര്യമുള്ള ഈഴവ സമുദായ അംഗങ്ങളായതിനു ശേഷം അദ്ദേഹത്തിന് തന്നെ വോട്ട് ചെയ്തു. അല്ലെങ്കിൽ തന്നെ ഇതിൽപ്പെട്ട നല്ലൊരു വിഭാഗം വോട്ടുകൾ CPM-നും CPI-ക്കും ഒക്കെ പോകുന്ന വോട്ടുകളാണ്. അതുകൊണ്ട് സുധീരന് പ്രത്യേകിച്ച് യാതൊരു ദോഷവും സംഭവിച്ചില്ല. മാത്രമല്ല, വെള്ളാപ്പള്ളി നടേശനോട് നീരസമുള്ള ഈഴവരെല്ലാവരും തന്നെ സംഘടിച്ച് ഇദ്ദേഹത്തിന് വോട്ട് ചെയ്തു. പിന്നെ വെള്ളാപ്പള്ളി നടേശൻ സുധീരനെ തോൽപ്പിക്കണമെന്ന് പറഞ്ഞ ഒറ്റ കാരണത്താൽ ആ സ്ഥലത്തെ പ്രബുദ്ധരായ നായന്മാരും ക്രിസ്ത്യാനികൾ സംഘടിച്ച് സുധീരന് വോട്ട് ചെയ്തു. അപ്പോൾ ഇങ്ങനെ പല ഘടകങ്ങളും സുധീരന് അനുകൂലമുണ്ട്. പിന്നെ സുധീരൻ വലിയ പ്രതിച്ഛായയുള്ളൊരു നേതാവാണ്. അദ്ദേഹത്തെ ആർക്കും അത്ര എളുപ്പത്തിലൊന്നും തോൽപ്പിക്കാൻ പറ്റുകയില്ല. സുധീരൻ തോറ്റുപോയത് 2004 എല്ലാ കോൺഗ്രസ്സുകാരും തോറ്റ തെരഞ്ഞെടുപ്പിലാണ്. അപ്പോൾ പോലും ഏതാണ്ട് 1000-ൽ താഴെ വോട്ടിന് അദ്ദേഹത്തിന് തോൽക്കാൻ സാധിച്ചു. അന്ന് വലിയ തോതിൽ സാമുദായിക ധ്രുവീകരണം ഉണ്ടാക്കാനായിട്ട് ചില ശക്തികൾ ശ്രമിച്ചു. ഡോക്ടർ മനോജ് എന്ന് പറഞ്ഞ ആൾ, അതായത് ഡോക്ടർ KS മനോജ് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. പിന്നീട് അദ്ദേഹത്തിൻ്റെ പേര് മനോജ് കുരിശിക്കൽ എന്നാക്കി ഒരു കുരിശു കൂടി സ്ഥാപിച്ച് ആ പേരിൽ കുറച്ച് വോട്ട് അവിടെ നിന്ന് സമാഹരിച്ചു. പിന്നെ വെള്ളാപ്പള്ളി നടേശൻ ആ തവണ സുധീരനെ ശക്തമായി എതിർത്തില്ല, പരസ്യമായി എതിർത്തില്ല. അതുകൊണ്ട് പഴയ പോലത്തെ ഒരു വികാരം ഉണ്ടായില്ല. പിന്നെ കരിമണൽ ലോബി, ഇപ്പോൾ നമ്മൾ കരിമണലിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന കാലം, കരിമണൽ കർത്താവും അദ്ദേഹത്തിൻ്റെ അനുചരന്മാരും സിൽബന്ദികളും നല്ലപോലെ പണം ചെലവഴിച്ചു സുധീരനെ തോൽപ്പിക്കാൻ വേണ്ടി. ഈ ശശിധരൻ കർത്താവിൻ്റെ സഹോദരൻ എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാനാണ് സുധീരനെ ആലപ്പുഴയെ തോൽപ്പിച്ചത്, അദ്ദേഹത്തിൻ്റെ ഒരു വലിയ കേമത്തമായിട്ട് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ കരിമണൽ ലോബിയുടെ ശക്തമായ എതിർപ്പ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അത് അണ്ടർഗ്രൗണ്ട് പരിപാടിയാണ്. ഒരു VS സുധീരൻ എന്ന് പേരുള്ള DYFIക്കാരൻ ഷട്ടിൽ കോക്ക് അടയാളത്തിൽ മത്സരിച്ചു. അയാളും കുറേ വോട്ട് ഭിന്നിപ്പിച്ചു. അയാൾ 8000-ഓളം വോട്ട് ഭിന്നിപ്പിച്ചു. അങ്ങനെയാണ് സുധീരനെ തോൽപ്പിച്ചത്. പക്ഷേ അതുകൊണ്ട് സുധീരൻ ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം അവസാനിപ്പിച്ചു. പിന്നെ LDFന് കുറച്ചുകൂടി സൗകര്യപ്രദമായി എന്ന് നമ്മൾ വിചാരിച്ചു. പക്ഷേ മനോജ് കുരിശിങ്കലിന് രണ്ടാമതൊരു തവണ വിജയിക്കാൻ കഴിഞ്ഞില്ല. 2009 അദ്ദേഹം തോറ്റുപോയി. 2009 KC വേണുഗോപാൽ ആദ്യമായിട്ട് ആലപ്പുഴ മത്സരിച്ചത്. KC വേണുഗോപാൽ എന്ന് വെച്ചാൽ സുധീരനെ പോലെയല്ല. അദ്ദേഹത്തിന് ഈ ആദർശ ഗരിമയോ അല്ലെങ്കിൽ തലയ്ക്ക് ചുറ്റും പ്രഭാവലയോ ഒന്നും ഉള്ള ആളല്ല. പ്രായോഗിക രാഷ്ട്രീയത്തിലെ ഒരു വലിയ വില്ലാളി വീരനാണ് അദ്ദേഹം. കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ സ്വദേശിയാണ്. ആദ്യം മത്സരിച്ചത് കാസർഗോഡാണ്, അന്ന് തോറ്റുപോയി. പിന്നീട് ആലപ്പുഴ ഒരു തട്ടകമായിട്ട് സ്വീകരിക്കുകയും അവിടെ നിന്ന് നിയമസഭയിലേക്ക് പലതവണ തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. MLA ഇരിക്കുമ്പോഴാണ് 2009
ആലപ്പുഴയിൽ മത്സരിച്ചത്. അദ്ദേഹം വിജയിച്ചു. അടുത്ത തവണയും അദ്ദേഹം വിജയിച്ചു. അടുത്ത തവണ വളരെ ദുഷ്കരമായിരുന്നു, അദ്ദേഹത്തിനെതിരെ പല ഘടകങ്ങളും ഉണ്ടായിരുന്നു. എന്നിട്ടും വിജയിച്ചു. 2019 വേണുഗോപാൽ മത്സരിച്ചില്ല. അവിടെ ഷാനിമോൾ ഉസ്മാൻ മത്സരിച്ചു. ഷാനിമോൾക്ക് കോൺഗ്രസ്സുകാർ തന്നെ വലിയൊരു വിഭാഗം പാരയായിരുന്നു. മറ്റ് UDFന് അനുകൂലമായ തരംഗമാണ്. 19 സീറ്റിലും UDF ജയിച്ചപ്പോൾ ഷാനിമോൾ തോറ്റുപോയി. ഷാനിമോൾ പല അടിവലിവുകളും അതിനകത്തുണ്ടായി. NSSൻ്റെ ശക്തമായ പിന്തുണ ഷാനിമോൾക്കുണ്ടായിരുന്നു. പക്ഷേ ചില ഘടകങ്ങൾ അവർക്കെതിരായിട്ട് വന്നു തോറ്റുപോയി. അപ്പോൾ ഇത്തവണ ആ മണ്ഡലം തിരിച്ചു പിടിക്കാനായിട്ട് സാക്ഷാൽ KC വേണുഗോപാൽ വീണ്ടും വരികയാണ്. എതിരാളി കഴിഞ്ഞ തവണ ജയിച്ച ആരിഫാണ്. ആരിഫും ചില്ലറക്കാരനൊന്നുമല്ല. ഗൗരിയമ്മയെ തോൽപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം അരൂര് ആദ്യമായിട്ട് ജയിക്കുന്നത്. പിന്നെ 2 തവണ കൂടി അരൂരിൽ നിന്ന് ജയിച്ചു. അരൂർ MLA ഇരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് പാർട്ടി ജില്ലാ നേതൃത്വവുമായിട്ട് ചില അസ്വാരസ്യങ്ങളുണ്ടായിരുന്നു. അടുത്ത തവണ, അതായത് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് സീറ്റ് കിട്ടുമോ എന്ന് സംശയമുണ്ടായിരുന്നു. മാത്രമല്ല മാർക്സിസ്റ്റ് പാർട്ടിയുടെ പുതിയ മാനദണ്ഡപ്രകാരവും സീറ്റ് കിട്ടില്ലായിരുന്നു. അതുകൊണ്ടുകൂടിയാണ് അദ്ദേഹം ആലപ്പുഴയിൽ നിന്ന് പാർലമെൻറ്റിലേക്ക് മത്സരിച്ചത്. വലിയ മത്സരമായിരുന്നു. ഷാനിമോളുമായിട്ട് വലിയ മത്സരത്തിൽ ചെറിയ ഭൂരിപക്ഷത്തിൽ ആരിഫ് കഴിഞ്ഞ തവണ വിജയിച്ചു. ഇടതുപക്ഷത്തു നിന്ന് വിജയിച്ച ഏക ആൾ ആരിഫായിരുന്നു. അങ്ങനെ ആരിഫ് ഇത്തവണ വീണ്ടും മത്സരിക്കുകയാണ്. ആരിഫിൻ്റെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിന് വിരോധികൾ അധികമില്ല. അതൊരു വലിയ സൗകര്യമാണ്. ആലപ്പുഴ CPMൽ വിരോധികൾ ഏറ്റവും കുറഞ്ഞ, അല്ലെങ്കിൽ പൊതുവെ ജനകീയനായ ഒരു നേതാവാണ്. സാധാരണക്കാരുമായിട്ട് അടുത്ത ബന്ധം പുലർത്തുന്ന ആളാണ്. ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരുമായിട്ടും നല്ല ബന്ധങ്ങൾ സ്ഥാപിച്ചിട്ടുള്ള ആൾ. അതുകൊണ്ട് അദ്ദേഹത്തിന് സാധാരണ ഒരു CPM സ്ഥാനാർത്ഥിക്ക് ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു വിപരീത അഭിപ്രായം ജനങ്ങളുടെ ഇടയിൽ നിന്നില്ല. അത് ഒരു സത്യമാണ്. പിന്നെ അദ്ദേഹത്തിനൊരു സൗകര്യം, ഇദ്ദേഹം മുസ്ലിം സമുദായ അംഗമാണെന്നുള്ളതിലുപരി ഇതിൽപ്പെട്ട എല്ലാ അവാന്തര വിഭാഗങ്ങളുമായിട്ടും വലിയ സൗഹൃദം പുലർത്തുന്നതാണ്. അതായത് PDP, ജമാഅത്തെ ഇസ്ലാമി, പോപ്പുലർ ഫ്രണ്ട്, ഇങ്ങനെയൊക്കെയുള്ള വിധ്വംസക സംഘടനകളുടെ പോലും പരോക്ഷ പിന്തുണ ഇദ്ദേഹത്തിനുണ്ട്. കഴിഞ്ഞ തവണ അദ്ദേഹത്തിൻ്റെ വിജയത്തിലേക്ക് നയിച്ച ഒരു ഘടകം അതായിരുന്നു. ഷാനിമോൾ ഉസ്മാനെ ഇവരാരും പിന്തുണച്ചില്ല. ആ വിഭാഗക്കാരുടെ വോട്ട് ഇദ്ദേഹത്തിന് കിട്ടി. ഇത്തവണയും ആ വിഭാഗക്കാരുടെ ഒരു പിന്തുണ അദ്ദേഹം പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ആലപ്പുഴയുടെ ഒരു പ്രത്യേകത, അവിടെ ഈ സാമുദായികമായ ധ്രുവീകരണം, അതിനേക്കാൾ ഉപരി ഈ വിധ്വംസക ശക്തികളുടെ പ്രവർത്തനം ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ഇരട്ട കൊലപാതകമൊക്കെ ഉണ്ടായത് നമുക്കറിയാമല്ലോ. KS ഷാനെ കൊലപ്പെടുത്തിയത്. പിന്നെ അതിന് പ്രതികാരമായിട്ട് 24 മണിക്കൂറിനുള്ളിൽ, നേരത്തിന് മുമ്പ് 12 മണിക്കൂറിനുള്ളിൽ തന്നെ പ്രതികാരമായിട്ട് രഞ്ജി ശ്രീനിവാസനെ കൊലപ്പെടുത്തിയതും, പിന്നെ പോപ്പുലർ ഫ്രണ്ടുകാരനെ ഭീഷണമായ മുദ്രാവാക്യം അരിയും മലരും എന്നൊക്കെയുള്ള, അതൊക്കെ ഉണ്ടായത് ആലപ്പുഴയിലാണ്, ആലപ്പുഴ ടൗണിലാണ്. അങ്ങനെയൊന്നുള്ളൊരു സ്ഥലമല്ല ആലപ്പുഴ. എങ്കിൽ പോലും അങ്ങനെ ആ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെയൊക്കെ ഒരു സാന്നിധ്യം അവിടെയുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഒരു പിന്തുണ ഇദ്ദേഹം പ്രതീക്ഷിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് കിട്ടുമെന്ന് വിചാരിക്കുന്നു. പിന്നെ തെരഞ്ഞെടുപ്പെടുത്തപ്പോൾ അദ്ദേഹം ക്ഷേത്രങ്ങളിലൊക്കെ പോവുകയും നെറ്റിൽ ചന്ദനം തൊടുകയും ഭസ്മം തൊടുകയും കുങ്കുമം തൊടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ സാധാരണ മാർക്സിസ്റ്റ് സ്ഥാനത്തിൽ ഇങ്ങനെ ക്ഷേത്ര ദർശനമൊന്നും പതിവില്ല. അമ്പലത്തിലൊക്കെ പോകും, കൈ കൂപ്പുകയൊക്കെ ചെയ്യുമെങ്കിലും ആരിഫ് അതിലൊക്കെ ഉപരിയായ വേറൊരു തരത്തിലുള്ളൊരു പ്രവർത്തനം അവിടെ നടത്തുന്നുണ്ട്. പക്ഷേ KC വേണുഗോപാൽ ഒട്ടും ചില്ലറക്കാരനല്ല. അദ്ദേഹത്തിന് പണത്തിന് യാതൊരു ക്ഷാമവുമില്ല. ആൾ സ്വാധീനമുണ്ട്. എല്ലാ സമുദായ സംഘടനകളുമായിട്ട് ബന്ധമുള്ള ആളാണ്. മുസ്ലിം സംഘടനകളിൽ തന്നെ വലിയ സ്വാധീനമുണ്ട്. NSSൻ്റെ അകമഴിഞ്ഞ പിന്തുണയുണ്ട്. SNDP നേതൃത്വം അദ്ദേഹത്തിനെതിരാണ്, മണ്ടേതിരാണ്. നമ്മൾ സുധീറിനെ പറ്റി പറഞ്ഞ പോലെ വെള്ളാപ്പള്ളി നടേശൻ്റെ ശക്തമായ എതിർപ്പ് ഇത്തവണയും വേണുഗോപാലിനുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നടേശൻ മുതലാളി ശക്തമായിട്ട് എതിർത്താൽ വേണുഗോപാൽ ഇത്തവണയും നല്ല രീതിയിൽ പാസ്സാവും. പിന്നെ ഈ മണ്ഡലത്തിൻ്റെ സ്വഭാവത്തിലൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. അത് ഈ 2009 പുനർനിർണയത്തിന് ശേഷം കുട്ടനാട് പോലെയുള്ള പ്രദേശങ്ങൾ അതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു. പകരം കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അപ്പോൾ അരൂർ മുതൽക്ക് കരുനാഗപ്പള്ളി വരെ തീരപ്രദേശത്ത് ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്ന ഒരു മണ്ഡലമാണ് ഇപ്പോഴത്തെ ആലപ്പുഴ. അപ്പോൾ ഈ തീരപ്രദേശത്തിൻ്റേതായ പ്രശ്നങ്ങൾ അവിടെ ഉണ്ട്. സാധാരണക്കാരുണ്ട്, ദരിദ്രരായ ആളുകൾ വളരെയധികമുള്ള, കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ സൈക്കിൾ ഉപയോഗിക്കുന്നൊരു മണ്ഡലമാണ് ആലപ്പുഴ. കാരണം ഒന്നാമത് ഇത് തീരപ്രദേശമാണ്, നിരപ്പായ സ്ഥലമായിട്ട് സൈക്കിൾ ഉപയോഗിക്കാം. രണ്ടാമത് ആളുകളുടെ കയ്യിൽ പണമില്ല എന്നുള്ളതുകൊണ്ട് സൈക്കിൾ പോലെ ഒരു വാഹനത്തെ ആളുകൾ ആശ്രയിക്കുന്നു. ഇങ്ങനെ ഒരു ഞാൻ പറഞ്ഞ ആ മണ്ഡലത്തിൻ്റെ ഒരു സാമൂഹ്യ അന്തരീക്ഷം, സാമ്പത്തികമായ ഒരു പിന്നാക്കാവസ്ഥ ഉള്ള പ്രദേശമാണ്. അവിടെ വലിയ വികസനമൊന്നും ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. ഇനി ഉണ്ടാകാൻ സാധ്യത കുറവാണ്. രാജാ കേശവദാസൻ്റെ കാലത്ത് പണിയിച്ച കെട്ടിടങ്ങളാണ് ആലപ്പുഴ ടൗണിൽ ഇപ്പോഴും കൂടുതൽ. അങ്ങനെ ഒരു പുരോഗതി അധികം ഉണ്ടാകാത്ത, അല്ലെങ്കിൽ വികസനോന്മുഖമല്ലാത്തൊരു മണ്ഡലമാണ്. മണ്ഡലത്തിൻ്റെ വികസനത്തിലൊന്നും ഈ ജയിച്ചു പോയ ആളുകളാരും തന്നെ ഒരു താല്പര്യം എടുത്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. അത് PT മുന്നൂസ് മുതൽക്ക് ഇങ്ങോട്ട് ആരിഫ് പോലെ ആളുകൾ അതിൽ തുല്യം കുറ്റവാളികളാണ്, അതിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവരാണ്. അപ്പോൾ മണ്ഡലത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളൊരു ചോദ്യം അവിടെ ഉണ്ട്. ഇപ്പോൾ കൊല്ലത്ത് പ്രേമേന്ദ്രൻ ചെയ്ത പോലെ, അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് തരൂര് ചെയ്ത പോലെ ശക്തമായൊരു സാന്നിധ്യം അവിടെ ഈ വികസന രംഗത്ത് ഇവർക്ക് ആർക്ക് കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് സത്യമാണ്.
BJP സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനാണ്. ശോഭയ്ക്ക് അവിടെ വലിയ അത്ഭുതമൊന്നും സൃഷ്ടിക്കാൻ കഴിയില്ല, പക്ഷേ അവർ ഇടിച്ചു കയറുന്ന സ്ഥാനാർത്ഥിയാണ്. BJPയിലെ ഒരു പുള്ളിംഗ് പവറുള്ള കാൻഡിഡേറ്റാണ്. കഴിഞ്ഞ തവണ ഇവിടെ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ അവർ ഏറെക്കുറെ വലിയ മുന്നേറ്റം കാഴ്ചവെച്ചു. അന്ന് ശബരിമലയുടെ ഒരു വലിയ പ്രശ്നമുണ്ടായിരുന്നു. ഇത്തവണയും അവർക്ക് അനുകൂലമായ ചില ഘടകങ്ങളുണ്ട്. ഒന്ന് ഈ അക്ഷത വിതരണവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഹിന്ദുത്വ വികാരം ഉണ്ടായിട്ടുണ്ട്. പിന്നെ NSSൻ്റെ പിന്തുണ ഇത്തവണ പഴയ പോലെ കോൺഗ്രസ്സിന് ഇല്ല. NSS ഉള്ളതുകൊണ്ട് കോൺഗ്രസ്സിൽ നിന്നും അകന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ ഒരു വികാരം BJPയിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അതുകൂടാതെ മറ്റൊരു ഘടകം കൂടിയുണ്ട്. അതായത് ഈ നേരത്തെ പറഞ്ഞ പോലെ പോപ്പുലർ ഫ്രണ്ടും BJP തമ്മിൽ ഹിന്ദു വിഭാഗങ്ങളുമായിട്ടുള്ള ഒരു സംഘർഷപൂരിതമായ സാഹചര്യം ആലപ്പുഴയിലുമുണ്ട്. അത് ഇരട്ട കൊലപാതകവും ഈ പ്രതികൾക്ക് വധശിക്ഷ വിധികളൊക്കെ ഉണ്ടായല്ലോ. അതിൻ്റെ ഒരു സംഗതി കൂടി ഈ ശോഭയ്ക്ക് അനുകൂലമായിട്ട് ഉണ്ടാകാൻ സാധ്യത. പിന്നെ ശോഭാ സുരേന്ദ്രനെ പിടിക്കുന്ന വോട്ട് കോൺഗ്രസ്സിനാണോ അതോ LDFനാണോ കൂടുതൽ ദോഷം ചെയ്യുക എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പോൾ ഈ ഘടകത്തെ കൂടി ആശ്രയിച്ചിട്ടായിരിക്കും ആലപ്പുഴയിലെ അന്തിമ വിജയം ആരാണെന്ന് പറയാൻ പറ്റുള്ളൂ. എന്നാലും എനിക്ക് തോന്നുന്നത് KC വേണുഗോപാലിനാണ് കൂടുതൽ സാധ്യത. KCക്ക് സാധ്യത കൂടുതലാണെന്നുള്ളത് അറിയാവുന്നതുകൊണ്ട് തന്നെ ഈ നേരത്തെ പറഞ്ഞ മൗദൂദി സുഡാപ്പി ഗ്രൂപ്പിൽപ്പെട്ട ആളുകളൊക്കെ ഇദ്ദേഹം ഇവിടുന്ന് വിജയിച്ചാൽ മാർസിഷാരടക്കം പ്രചരിപ്പിക്കുന്നത് എന്താ വെച്ചാൽ KC വേണുഗോപാൽ ആലപ്പുഴയിൽ നിന്ന് ജയിച്ചാൽ രാജസ്ഥാനിൽ BJPക്ക് ഒരു സീറ്റ് കൂടുതൽ കിട്ടും രാജ്യസഭയിൽ എന്നാണ്. അല്ലെങ്കിലും ഇദ്ദേഹത്തിൻ്റെ കാലാവധി ഏറെക്കുറെ കഴിയാറായിരിക്കുകയാണ്. ആ സീറ്റ് ഇപ്പോഴല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോഴാണെങ്കിലും BJPക്ക് കിട്ടാനുള്ളത് തന്നെയാണ്. ഇപ്പോൾ KC വേണുഗോപാൽ ആലപ്പുഴ ജയിക്കുന്നതും രാജസ്ഥാനിൽ BJPക്ക് രാജ്യസഭയിലേക്ക് ഒരു സീറ്റ് കൂടുന്നതും അവർ പറയത്തക്ക ബന്ധമൊന്നുമില്ല. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മറ്റ് പല ആളുകളും മത്സരിക്കുന്ന മാർക്സിസ്റ്റ് സ്ഥാനം ജോയി മത്സരിക്കുന്നുണ്ട്. ജോയി മത്സരിച്ച് അവിടെ വീണ്ടും കോൺഗ്രസിനൊരു സീറ്റ് കൂടുതൽ കിട്ടാൻ സാധ്യതയുണ്ട്. രാധാകൃഷ്ണൻ ചേലക്കര മത്സരിക്കുന്നുണ്ട്, അവിടെ കൂടാൻ സാധ്യതയുണ്ട്. ഇനി പാലക്കാട്ട് ഷാഫി മത്സരിക്കുന്നുണ്ട്. ഷാഫി വടകരയിൽ മത്സരിച്ച് ജയിച്ചു കഴിഞ്ഞാൽ ആ സീറ്റ് BJP ജയിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ ആലോചിക്കാൻ തുടങ്ങിയല്ല. അമ്മാവൻ ആയി കഴിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിക്കുന്നുള്ള ചോദ്യമുണ്ട്. അപ്പോൾ അമ്മാവി ആയാലല്ല കാര്യം, ആലപ്പുഴയിൽ ആര് ജയിക്കണം എന്നുള്ളതാണ്. അത് അതിൻ്റെ പുറകിൽ ഈ പ്രചരണത്തിൻ്റെയൊക്കെ പുറകിലുള്ള ഉദ്ദേശം എന്താണെന്നൊക്കെ അരിയാഹാരം കഴിക്കുന്ന എല്ലാ ആളുകൾക്കും മനസ്സിലാവും. മാത്രമല്ല ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ തിങ്ക് ടാങ്കായിട്ടുള്ള ദാവൂദാണ് ഈ വിഷയം ആദ്യമായിട്ട് ഉന്നയിച്ചത്. CPMകാരെക്കാളും മുമ്പ്. CPMകാർ പിന്നെയാണ് ആ പോയിന്റിലേക്ക് എത്തിയത്. അപ്പോൾ ഇവരുടെ ഉദ്ദേശം എന്താണെന്നും അതിൻ്റെ പുറകിലുള്ള ചേതോവികാരം എന്താണെന്നൊക്കെ ആലപ്പുഴക്കാർക്ക് മാത്രമല്ല അല്ലാത്തവർക്ക് പെട്ടെന്ന് മനസ്സിലാവും.